300 to 350 എന്നുള്ള കോൺസെപ്റ്റിലൂടെ നമുക്ക് 2 മാസം കൂടുമ്പോൾ നമ്മുടെ വൈദ്യുത ചാർജ് ഇതിലോട്ട് കുറയ്ക്കാൻ പറ്റും. മാസം ഒരു 120 മുതൽ 300 രൂപ വരെ മുടക്കാനായിട്ട് കയ്യിൽ കാശുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് ഈ വണ്ടിയുമായിട്ട് ഓടിച്ചടക്കം 1000 കിലോമീറ്ററോ 10000 കിലോമീറ്ററോ നിങ്ങൾ എത്ര വേണമെങ്കിലും പോയിക്കോളൂ. 300 രൂപയിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നടക്കും. ഇതൊക്കെ എങ്ങനെ സാധ്യമാകും എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒപ്പം നമ്മുടെ കൂടെ ഇന്ന് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ XUV 400 2024 വന്ന ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള EL Pro ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു 6-7 മാസം മുന്നേ ഈ ഒരു വണ്ടിയുടെ ഒരു ഫേസ് ലിഫ്റ്റിന് മുന്നേ ഉള്ളൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പം ആ ഒരു കാറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തന്നെ അഡീഷണൽ ആയിട്ട് വന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നും കൂടെ പരിചയപ്പെട്ടിട്ട് ഞാൻ പറയാം നിങ്ങൾ ഈ വണ്ടി എടുത്താൽ എങ്ങനെ ഒരു നയാ പൈസ ചിലവില്ലാതെ മുതലാക്കണം എന്നുള്ളത്. സോ വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ക്യൂൻ ഓൺ വീൽസ്. അപ്പോൾ ആദ്യം നമുക്ക് എക്സ്റ്റീരിയറിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ എക്സ്റ്റീരിയറിൽ സത്യം പറഞ്ഞാൽ അധികം എണ്ണം പറയത്തക്ക മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. മെയിനായിട്ട് വന്നത് 3 മാറ്റങ്ങളാണ്. പുതിയൊരു കളർ ഓപ്ഷൻ വന്നിട്ടുണ്ട്, നെബുല ബ്ലൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും ഒരു EV ബാഡ്ജിങ് വന്നു. ടോപ്പിലായിട്ട് നോക്കിയാൽ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന വന്നു. ഇത്രയും മാറ്റങ്ങളാണ് എക്സ്റ്റീരിയറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തോന്നുന്നു ഫേസ് ലിഫ്റ്റ് വന്നിട്ട് ആകെ ഈ 3 മാറ്റങ്ങളെ വന്നുള്ളത്. പക്ഷേ അല്ല, എണ്ണം പറയത്തക്ക മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇൻറ്റീരിയറിൽ. അപ്പോൾ നമുക്ക് നേരെ ഇൻറ്റീരിയർ നോക്കാം. കയറുമ്പോഴേ നമ്മുടെ ശ്രദ്ധ പോകുന്നത് 2 പ്രകടമായ മാറ്റങ്ങളിലേക്കാണ്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ഇതൊരു ഡ്യുവൽ ടോൺ ഇൻറ്റീരിയറിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിന് മുന്നേ ഫുൾ ബ്ലാക്ക് അല്ലായിരുന്നു. ഇപ്പോൾ നോക്കിയാൽ ഒരു ബേജ് ആൻഡ് ബ്ലാക്ക് കോംബോയിലോട്ട് അവർ മാറ്റിയിട്ടുണ്ട്. ആ ഒരു കളർ തീമിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നോർമലി കുറച്ചൊരു ബ്ലാക്കിൻ്റെ ആളാണ്, പക്ഷേ എന്നാലും ഇത് ഈ ഒരു വണ്ടിക്ക് ആപ്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ എനിക്ക് ഇഷ്ടപ്പെട്ട മാറ്റം എന്ന് വെച്ചാൽ വണ്ടിയുടെ ഡിസൈനുമായിട്ട് യോജിച്ച് നിൽക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടോ നമ്മുടെ സിസ്റ്റം വന്നിട്ടുള്ള ഒരു 10.25 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വന്നതോടൊപ്പം തന്നെ ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴത്തേനും ഒരു 10.25 ഇഞ്ചിൻ്റെയാണ് ഡിസ്പ്ലേ ഒക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ താഴേക്ക് പോകുമ്പോഴത്തേനും വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ AC സിംഗിൾ സോൺ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പം ഡ്യുവൽ സോൺ AC ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതായത് ഡ്രൈവറിനും കോ ഡ്രൈവറിനും ഇഷ്ടമുള്ള തരത്തിലുള്ള AC കൺട്രോൾസ് നമുക്ക് ഇടാൻ പറ്റും. നമുക്ക് എന്ത് വേണമെന്നുള്ള ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാം. അന്നത്തെ ആ ഒരു ഡ്രൈവ് വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ക്രൂയിസ് കൺട്രോൾ വരുന്നില്ല, ഒരു EV ആണല്ലോ, അപ്പോൾ ക്രൂയിസ് കൺട്രോൾ ഉണ്ടെങ്കിൽ നല്ലായിരുന്നെന്ന്. അവർ ശരിക്കും പറഞ്ഞാൽ ഈ ക്രൂയിസ് കൺട്രോൾ അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് തുടങ്ങിയ ഫീച്ചേഴ്സ് കൊണ്ടുവരാനായിട്ട് 2024 വരെ കാത്തു നിന്നില്ല. കഴിഞ്ഞ വർഷം തന്നെ അവർ ഉണ്ടായിരുന്ന ആ ഒരു എക്സിസ്റ്റിംഗ് മോഡലിലേക്ക് തന്നെ ഈ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തു. അതുകൊണ്ടാണ് ഫേസ് ലിഫ്റ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ആ ഒരു ഫോഗ് ലാമ്പ് വന്നു ഇല്ലെങ്കിൽ ക്രൂയിസ് കൺട്രോൾ വന്നു എന്ന് പറയാത്തത്. കാര്യം അത് ഫേസ് ലിഫ്റ്റിലേക്കായിട്ട് അവർ കൊണ്ടുവന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ 2024 വന്ന മാറ്റങ്ങളെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഓൾറെഡി ഉള്ള ഫീച്ചേഴ്സുകളെ കുറിച്ച് അപ്പോൾ നമുക്ക് അധികം സംസാരിക്കേണ്ടത്. നമുക്ക് നേരെ ഇനി ബാക്ക് സൈഡ് നോക്കാം. നേരത്തെ ഇവിടെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കിടക്കുമല്ലായിരുന്നു. ഇപ്പം നോക്കിയാൽ അവിടെ നമുക്ക് AC വെൻറ്റുകൾ വന്നു, ഒരു USB ചാർജിങ് പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം. നോർമൽ ഒരു പവർ ഔട്ടും കൂടെ 12 വോൾട്ടിൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ബാക്കിലേക്ക് വന്നപ്പോൾ ഉള്ള മാറ്റങ്ങൾ. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ബാറ്ററി, അതാണല്ലോ മെയിൻ ഒരു EV വണ്ടിയുടെ. ബാറ്ററിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ഒരു സൈഡിലേക്ക് ഒരു തരത്തിലുള്ള മാറ്റമോ മോഡിഫിക്കേഷനോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് നോർമലി എങ്ങനെയായിരുന്നു XUV 400 വന്നുകൊണ്ടിരുന്നത് ആ ബാറ്ററി പാക്ക് തന്നെയാണ് വരുന്നത്. നമുക്ക് 2 ബാറ്ററി പാക്ക് ഓപ്ഷൻസുകളാണ് വരുന്നത്. ഒന്നൊരു 34.5 കിലോ വാട്ടിൻ്റെ ബാറ്ററിയും വരുന്നുണ്ട്, പിന്നെ പറഞ്ഞാൽ 39.4 കിലോ വാട്ടിൻ്റെ ബാറ്ററിയും വരുന്നുണ്ട്. ഇങ്ങനെ 2 ബാറ്ററി പാക്കുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കൂടെയുള്ള ഈ വണ്ടി ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ EL Pro എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഈ വേരിയൻ്റ് അല്ലാതെ ഒരു വേരിയൻറ്റും കൊണ്ട് EC Pro. അപ്പോൾ EC Pro എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറച്ചുകൂടെ താഴെ നിൽക്കുന്ന ഒരു ബേസ് വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ആ ഒരു വേരിയൻറ്റിൽ ECയിൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു 34.5 കിലോ വാട്ടിൻ്റെ ബാറ്ററി ആയിരിക്കും. പക്ഷേ നമുക്ക് ഈ ഒരു EL Proയിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഈ 2 ബാറ്ററി പാക്കുകളിൽ നിന്ന് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് മോട്ടറിൻ്റെ സൈഡിനെ കുറിച്ച് സംസാരിക്കാം. കാര്യം നമ്മളെ എപ്പോഴും ഒരു EVയുടെ പെർഫോമൻസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡ് സംസാരിക്കാൻ, ഒരു ടോർക്ക് മറ്റ് ഫിഗേഴ്സുകൾ സംസാരിക്കുമ്പോഴത്തേനും ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്ന വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ നമുക്കൊരു ടോർക്കി ആയിട്ടുള്ള വാഹനമാണ് 400 എന്ന് തന്നെ പറയാൻ പറ്റുക. 310 ന്യൂട്ടൺ മീറ്റർ ടോർക്കും അതുപോലെ തന്നെ 150 PS പവറുമാണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടോർക്കിൻ്റെ ഫിഗറൊക്കെ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ 310 എങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മഹീന്ദ്രയുടെ തന്നെ എന്താണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളൊരു വാഹനം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നൊരു വാഹനമാണ് 400. കാരണം വെറും 8.3 സെക്കൻഡ് കൊണ്ട് 0 to 100 ആ ഒരു സ്പീഡ് കയറുന്ന വാഹനമാണ്. ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു ഫിഗേഴ്സ് പറയുമ്പോഴത്തേനും നിങ്ങൾക്ക് വലിയ സംഭവമായിട്ട് തോന്നത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്നതൊക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാത്തുള്ളൂ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു EV വാഹനത്തിൽ ഞാൻ ഇപ്പോൾ സ്പെക്ക് കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു EV വാഹനം മേടിക്കുന്ന ആൾ
ഇതെങ്ങനെ മുതലാക്കണം? നമുക്കറിയാം ഒരു EV വാഹനത്തിന് ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് നമുക്കറിയില്ല മുന്നോട്ടേക്ക് ഇതിൻ്റെ റീസെയിൽ വാല്യൂ എങ്ങനെ ഇരിക്കും, നമുക്കറിയത്തില്ല. ഒരു EV എടുത്ത് ആരും ഇതുവരെ നിലവിൽ വിൽക്കാത്തത് കൊണ്ട് നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിൽ ഇത് മാക്സിമം മുതലാക്കുക എന്നുള്ളതാണ്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഡോക്ടർ ഇൻറ്റീരിയർ ചാനലിലൂടെ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായിട്ടുള്ള അജയ് ശങ്കരേണ്ണനെ ഞാൻ വെൽക്കം ചെയ്യുകയാണ്. ശങ്കരേണ്ണ ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളിലേക്ക് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാര്യം എന്നെക്കാട്ടിൽ വ്യൂവേഴ്സ് ഉള്ള ഒരു ചാനലിൻ്റെ ഉടമയാണ്. അപ്പോൾ ശങ്കരേട്ട, ഇന്നത്തെ നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാലും ഒരു EV വണ്ടി എടുക്കുന്ന ആൾ വീട്ടിൽ സോളാറും കൂടെ വെച്ചാൽ എങ്ങനെ ബെനിഫിറ്റ് ചെയ്യും, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതൽ ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നില്ല, ശങ്കരന് പറയാനുള്ള എല്ലാം ഇതിൽ സോളാർ എന്ന് പറയുമ്പോഴത്തേക്ക് നോർമലി നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റ് അല്ല. മുന്നേ ചെയ്തു. ഇപ്പോൾ വീടുകളിലാണെങ്കിൽ പോലും നമ്മൾ സോളാർ വയ്ക്കാൻ തുടങ്ങിയത് എന്നാണ്, വളരെ കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട കാര്യം ആൾക്കാർ സോളാർ സുപരിചിതമായത് എങ്ങനെയാണെന്ന് നമുക്കറിയാം, ഭയങ്കര വിവാദങ്ങളിലൂടെ വന്ന ഒന്നാണ്. പക്ഷേ എങ്കിൽ പോലും ഇന്ന് വീടുകളിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വെക്കുന്നതാണ്. റീസൺ ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു വീട് വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് സാധാരണഗതിയിൽ അത്യാവശ്യം ഒരു 2000-2500 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള വീടാണെങ്കിൽ പണ്ടത്തെ കണക്കല്ല, ലൈറ്റിൻ്റെ എണ്ണം കൂടി. ഓക്കെ, ലൈറ്റിൻ്റെ എണ്ണം കൂടി. അന്നേരം വരുന്ന കറണ്ട് ചാർജിൻ്റെ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ഒക്കെ അളവ് കൂടി, കറണ്ട് ചാർജ് കൂടി. ഇപ്പോൾ എൻ്റെ വീട്ടിലെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 2 മാസം കൂടുമ്പോഴാണല്ലോ വരുന്നത്. എനിക്ക് വരുന്നത് ഒരു പ്രാവശ്യം വരുന്ന വൈദ്യുതി ചാർജ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2500 രൂപയാണ്. 2500 രൂപ 6 മാസം നമ്മളൊരു വർഷം അടയ്ക്കണം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ശ്രമിക്കുന്ന എന്താണ്, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, ഒരു സാധാരണ ആവറേജ് ഫാമിലിയിലുള്ള ഒരാളുടെ കാര്യം ഞാൻ പറഞ്ഞത്. അതിൻ്റെ കാര്യം നമ്മളൊരു പുതിയ വീട് വെച്ച സമയത്ത് എത്രയധികം ലൈറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, പിന്നെ AC വരുന്നുണ്ട്, ഫാന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വ്യത്യാസം വന്നു. ഇതിൽ ഒരു വലിയ വീട് ചിന്തിക്കുക, കുറച്ചുകൂടി വലിപ്പത്തിൽ ചിന്തിക്കുക, കുറച്ചുകൂടി ലക്ഷറി ചിന്തിക്കുക. നമ്മുടെ നാട്ടിൽ പ്രത്യേകം, അതായത് നമ്മുടെ കോട്ടയത്ത് ട്രാൻസ്ഫോർമർ അകത്ത് വെച്ച വീടുകളുണ്ട്. നമ്മുടെ കോട്ടയം ഇറങ്ങിയാൽ ട്രാൻസ്ഫോർമർ അതിനുള്ളിലുണ്ട്. കാര്യം അവർക്ക് വരുന്ന വൈദ്യുതി ചാർജ് എന്ന് പറയുന്നത് ഒരു മാസം എൻ്റെ അറിവിൻ പ്രകാരം ഏതാണ്ട് 40,000 രൂപയാണ്. ഇൻഡസ്ട്രിയൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തുമാത്രമാണോ വൈദ്യുതി അത്രയും ചാർജ് ഒരു വീട്ടിൽ വരുന്നുണ്ട്. അതൊന്നും വേണ്ട, നമുക്കൊരു 7000 രൂപ എന്നെടുക്കാം, ഒരു 5 തൊട്ട് 7 രൂപ വരെ. ഇതിലോട്ട് നമുക്ക് എങ്ങനെ മെർജ് ചെയ്തു എന്നുള്ളത് ഞാനത് പറഞ്ഞു വരാവേ. ഞാനിത് പറഞ്ഞാലേ ഇത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കാര്യം എൻ്റെ ചാനൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആണ്. ഞങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തു, എന്തുകൊണ്ട് ഞാൻ വന്ദന എടുത്ത് സംസാരിച്ചു എന്ന് പറയാനായിട്ടുള്ള റീസൺ ഉണ്ട്. നമ്മുടെ സൂര്യശക്തി എന്ന് പറയുന്ന പ്രോഗ്രാം മെയിനായിട്ട് ഞങ്ങളുടെ പ്രോഗ്രാം വന്ന സമയത്ത് സൂര്യശക്തി എന്ന് പറയുന്നത് നമ്മൾ സോളാർ ചെയ്യാനായിട്ട് ഒരാൾക്കൊരു വീട്ടിലോട് സോളാർ ചെയ്യാൻ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതിൻ്റെ സംശയങ്ങൾ തീർക്കുന്ന ഒരു പ്രോഗ്രാമാണ്. സെമിനാറാണ് ശരിക്കും. സെമിനാർ ഒരു ഡിസ്കഷൻ പോലെ വരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഒരു പാനൽ ഡിസ്കഷനാണ്. EVയുടെ ഒരു കോൺസെപ്റ്റ് വന്നു. EV എന്ന് പറയുന്ന ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ വന്നതിന് ശേഷം ആൾക്കാരും തന്നെ ഈ പോയിന്റിൽ നിന്ന് തിരിച്ചു വരുന്നില്ല. അറിയേണ്ടത് EV. ഒന്നാമത്തെ കാര്യം EV ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് കമ്പനികൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മഹീന്ദ്ര ഉൾപ്പെടെ പല കമ്പനികൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതെടുക്കണം, അത് എടുക്കുന്നതിലുപരി ഇത് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് എവിടെയൊക്കെ ചാർജ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ചാർജ് ചെയ്യണ എത്ര രൂപ വരും എന്നുള്ളത് മിക്കവാറും ഇത് ചോദിച്ചിട്ടുണ്ടാവും. ഇതിന് എത്ര രൂപ ചാർജിങ്ങിന് വരും, എത്ര യൂണിറ്റ് കറണ്ട് ആവും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. ഇതാണ് എല്ലാവരുടെയും സംശയം. അപ്പോൾ അന്നേരം ഞാൻ ചിന്തിച്ചു, ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അവയർനെസ് കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. ഒരു വീട്ടിൽ ഞാൻ ഈ പറഞ്ഞ ബേസിക് സാധനം വെച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 7000 രൂപ വരുന്ന വീട്ടിലോട്ട് എപ്പോഴും കിലോ വാട്ട് കണക്കിലാണ് നമുക്ക് ഇതിൽ സോളാർ വെക്കേണ്ടത്. അപ്പോൾ പാനൽ, ബാറ്ററി, അതും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാനത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് ബേസിക്കായിട്ട് പറയുന്നത്. ഒരു 2000 രൂപ അല്ലെ 3000 രൂപ വരുന്ന വീടുകളിലോട്ട് നമുക്കൊരു 3 കിലോ വാട്ടിൻ്റെ ബാറ്ററിയുള്ള 3 കിലോ വാട്ടിൻ്റെ സോളാർ വെച്ചാൽ മതിയാവും. 7000, 8000, 10000 പോയി നമുക്കൊരു 5 കിലോ വാട്ടിൻ്റെ വെക്കേണ്ടി വരും. ഇനി 7, 10 നമുക്ക് എത്ര വേണേൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് KSEBിയുടെ സബ്സിഡി അവൈലബിളാണ്. ഞാൻ സോളാറിൻ്റെ ആളല്ല കേട്ടോ, ഞാൻ സോളാർ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ബേസിക്കായിട്ട് പറയുന്നത്. അതറിയാൻ മേലാത്തവർക്കായിട്ടുണ്ട്, ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ അറിയാവുന്നവർ ക്ഷമിക്കുക. അപ്പോൾ ഇതിനൊക്കെ കേരള ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നില്ല, കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നു. സബ്സിഡി ഇപ്പോൾ നിർത്താൻ പോവാണ്, ചിലപ്പോൾ അത് റിന്യൂ ചെയ്യുമായിരിക്കും. അപ്പോൾ ഓരോ കിലോ വാട്ട് അനുസരിച്ച് സബ്സിഡി കൂടിയിരിക്കും. ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ 1 കിലോ വാട്ട് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സബ്സിഡി കിട്ടും. അത് 3 കിലോ വാട്ട് വരെയാണ് ഫസ്റ്റ് സ്ലാബ്, ദെൻ 5 കിലോ വാട്ട് വരെ അടുത്ത സ്ലാബ്. അപ്പോൾ സബ്സിഡിയുടെ റേറ്റും വരുന്നത് എത്രയാണോ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപഭോഗം എന്നതനുസരിച്ചിരിക്കും. ഇനി നമ്മൾ ഇത് ഇപ്പോൾ ഒരു 5 കിലോ വാട്ടിൻ്റെ ഒരു ഇത് വെച്ചു, സോളാർ പാനൽ നമ്മൾ വെച്ചു, നമുക്കൊരു 7000 രൂപ 8000 രൂപ വരുന്നത്. ഇലക്ട്രിക് വണ്ടി എടുക്കുമ്പോഴത്തേക്കും സോളാർ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ കണക്കനുസരിച്ച് സോളാർ വെച്ചാൽ ഇലക്ട്രിക് വണ്ടി നമ്മുടെ മീറ്റർ ചാർജിൽ കൂടും. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ 120 രൂപ തൊട്ട്, മുനിസിപ്പാലിറ്റിയാണെങ്കിൽ 120 രൂപ, പഞ്ചായത്തൊക്കെയാണെങ്കിൽ 90 രൂപ, ഇനിയിപ്പോൾ അതൊക്കെ കൂടുമായിരിക്കും കേട്ടോ.
പക്ഷേ എങ്കിൽ പോലും ഒരു 300 രൂപയ്ക്കകത്ത് നമുക്കിത് കൊടുക്കും. ഇതിന്റെ പേരിൽ നമുക്ക് ഒരു മുടക്കം വരുന്നില്ല, ഒരു സിംഗിൾ ഇന്ത്യൻ റുപ്പി ചാർജ് നമ്മൾ അത്രയും കൊടുത്താൽ മതി. അതായത് ഇത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വലിയ ആനകുതിര കാര്യമൊന്നുമില്ല, വെറുതെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാവും. നമുക്ക് ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ലാഭകരമാവുന്നത് 100% സോളാർ വയ്ക്കുമ്പോഴത്തേക്ക്. ഇതിപ്പോൾ എത്രയാണ്? 39 കിലോ വാട്ടോ എത്രയാണ് ഇതിൻ്റെ വരുന്നത്? 39.4. നമ്മളൊരു വീട്ടിൽ നമ്മളൊരു 5 കിലോ വാട്ടിൻ്റെ ഇത് വെച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ വെക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെയും കൂടെ ഒരു കണക്കാക്കി വേണം സോളാർ വെക്കാനായിട്ട്. ശരി, ഇപ്പോൾ സോളാർ വെക്കുമ്പോഴത്തേക്കും പറയും ഇനീഷ്യലായിട്ടൊരു എമൗണ്ട് ഉണ്ടല്ലേ? ഇനീഷ്യൽ എമൗണ്ട് ഉണ്ട്. ഇനീഷ്യൽ എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു 5 കിലോ വാട്ടിൻ്റെ സോളാർ, 3 കിലോ വാട്ടിൻ്റെ സോളാറാണ്. സബ്സിഡി എല്ലാം കഴിഞ്ഞാൽ നമുക്കൊരു 1.6 ഓരോ കമ്പനി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു 1,60,000 രൂപയ്ക്ക് നമുക്ക് സോളാർ ഒരു 3 കിലോ വാട്ടാണെങ്കിൽ. 5 കിലോ വാട്ടിന് വലിയ വ്യത്യാസമൊന്നുമില്ല, ഇരട്ടിയൊന്നും ചിന്തിക്കേണ്ട. ഒരു 2.5 റുപ്പീസ് 5 ലാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2.5 ലക്ഷം രൂപയ്ക്ക് 5 കിലോ വാട്ടിൻ്റെ സോളാർ നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റും. പാനൽ ആഡ് ചെയ്തു, നമ്മുടെ സബ്സിഡി എല്ലാം കഴിഞ്ഞിട്ടുള്ള റേറ്റാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് നമുക്കിത് 39 എന്ന് കണക്കാക്കാം, അല്ലെ 40 എന്ന് കണക്കാക്കാം. ഇത് ഫില്ലാവാനായിട്ട് 1 മണിക്കൂറിൽ നമുക്ക് 5 യൂണിറ്റ് വൈദ്യുതി എന്ത് ചെയ്യാം, ഇതിൽ കിട്ടും. നമ്മൾ സ്റ്റോർ ചെയ്ത് നോക്കും. നമ്മുടെ വീട്ടിലോട്ട് മാക്സിമം എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചാൽ നമ്മളൊരു വീട്ടിൽ ഒരു ദിവസം ഉപയോഗിക്കുന്ന 4 യൂണിറ്റ് വരെയാണ്. 2 തൊട്ട് 4 യൂണിറ്റ്. എൻ്റെ വീട്ടിലൊക്കെ 2 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നുള്ളൂ, 2 തൊട്ട് 4 വരെ. അപ്പോൾ ഒരു 10 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്ട് 5 കിലോ വാട്ടാണ്, 50 കിലോ വാട്ട് വൈദ്യുതി എന്തായി സ്റ്റോറായി. ഇത് ഫില്ലാവാനായിട്ട് എത്ര സമയം വേണം? അതായത് ഒരു ദിവസം നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, ചാർജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിനകത്തോട്ട് 5 കിലോ വാട്ടിൻ്റെ ഒരു പാനൽ നമ്മൾ യൂസ് ചെയ്ത് 5 കിലോ വാട്ടിൻ്റെ സോളാർ നമ്മൾ വെച്ചാൽ ഒരു ദിവസം കൊണ്ട് നമുക്കിത് ഫില്ലാക്കി എടുക്കാൻ പറ്റും. ഓവർനൈറ്റ് കുത്തിയിട്ട് നമുക്ക് ഫില്ലാക്കാൻ പറ്റും. കാര്യം നമ്മുടെ കയ്യിൽ സ്റ്റോർ ചെയ്തിരിപ്പുണ്ട്. നമ്മൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് 50 വോട്ട് വൈദ്യുതിയാണ്. ഇനി 50 വോട്ട് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാണ്. നമുക്കൊരു ദിവസം കിട്ടുന്ന ഏതാണ്ട് 20 വാട്ട്സ് വരെ വൈദ്യുതി നമുക്ക് അവൈലബിളാണ്. ഒരു ദിവസം 20 വരെ കിട്ടും. നമ്മളെല്ലാ ദിവസവും ഇത് സ്റ്റോർ ചെയ്യാൻ ഒരു ദിവസത്തെ 4 എന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ സംഗതി നമുക്ക് കുത്തിയിട്ട് കഴിഞ്ഞാൽ ഓവർനൈറ്റ് നമുക്കൊരു 16 യൂണിറ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം, സോളാർ പാനൽ വീണ്ടും ആഡ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ ബേസിക് പറഞ്ഞു വന്നതാണ്. ആദ്യം തന്നെ നമ്മൾ എത്രയാണോ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം അത് വെച്ചിട്ടാണ് സോളാർ പാനൽ വെക്കേണ്ടത്. സോളാർ പാനൽ നമ്മൾ വെച്ചു, ഇനിഷ്യൽ പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തു, അത് ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഗുണം നമുക്കറിയാൻ പറ്റുന്നത്. ആ സമയത്താണ് ഇത് നമുക്ക് സീറോയിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. അതെ, നിങ്ങൾ ഈ വണ്ടി എടുക്കാനായിട്ട് മുതൽ മുടക്കേ ഉള്ളൂ, ഓടുന്നതിന് പിന്നെ ഇല്ല. അപ്പോൾ ഈ വണ്ടി എടുത്ത് നമ്മളല്ലാതെ യൂസ് ചെയ്യുമ്പോഴത്തേക്കുള്ള ആ ഒരു ലാഭവും ഫ്യൂവൽ അടിക്കുമ്പോഴത്തേക്കുള്ള എത്രയാണെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാകും. നമ്മൾ യൂസ് ചെയ്യുന്ന വൈദ്യുതി, നമ്മൾ ഉപയോഗിക്കുന്ന ഇതിന് മാത്രമല്ല വൈദ്യുതി യൂസ് ചെയ്യുന്നത്, നമ്മൾ വീട്ടിലോട്ട് കൂടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ മെർജ് ചെയ്യും. പലരും പറയും വീട്ടിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത്ര നഷ്ടമാണല്ലോ എന്ന്. പക്ഷേ EV എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നഷ്ടം അവിടെ നികത്താൻ പറ്റും. ഇത് രണ്ടും കൂടെയാണ്, വണ്ടി മാത്രം ചിന്തിക്കാതെ വീടും കൂടെ ചിന്തിക്കുക. അന്നേരം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടും. ഞാനിത് പറയാൻ തന്നെ റീസൺ അതാണ്. എന്തുകൊണ്ട് ഇത് എടുക്കുമ്പോഴത്തേക്ക് ഒരു വീട്ടിലോട്ടാണ് എടുക്കുന്നത്. ആ വീട്ടിലോട്ട് എടുക്കുന്ന ഒരാളെ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ പറയാം, ഒരു വീട്ടിലോട്ട് എടുക്കുന്ന ഒരാൾ അത്യാവശ്യം EV എടുക്കുന്നയാൾ ആ ഒരു കപ്പാസിറ്റി ഉള്ള ആളായിരിക്കും. ശരിയല്ലേ? ആ കപ്പാസിറ്റി ഇപ്പം നാളെ ഇതിൻ്റെയൊക്കെ വില കുറയുമായിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ നിന്നാണ് പറയുന്നത്. ആ ഒരു ആൾ ഇത് എടുത്തു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവരുടെ വീട്ടിൽ വരുന്ന വൈദ്യുത ചാർജ് അതുപോലെ ആയിരിക്കും. ഇത് രണ്ടും കൂടെ മെർജ് ചെയ്താൽ ഈ പറഞ്ഞ പോലെ നമുക്ക് സീറോ എന്ന് തന്നെ പറയാം. കാര്യം നമ്മൾ മീറ്റർ ചാർജ് തരത്തിലെന്ന് പറഞ്ഞാൽ KSB സമ്മതിക്കില്ല, അത് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ ആ ഒരു സീറോ എന്ന് പറയുന്ന ലെവലിലോട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു 300 to 350 എന്നുള്ള കോൺസെപ്റ്റിലോട്ട് നമുക്ക് 2 മാസം കൂടുമ്പോൾ നമ്മുടെ വൈദ്യുത ചാർജ് ഇതിലോട്ട് കുറയ്ക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ കണക്ക്. നിങ്ങൾക്ക് ഓരോരുത്തരും കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ അതിൻ്റെ റഫ് കണക്ക് ചിലപ്പോൾ ഇതിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. ആ എറർ ആൻഡ് എറേഴ്സ് ഞാൻ അതിൽ അംഗീകരിക്കുന്നു. പക്ഷേ സംഗതി ഇതാണ് ഇതിനകത്ത് വരുന്ന ഒരു വലിയ ലാഭം എന്ന് പറയുന്നത്. പിന്നെ സോളാർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സോളാർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. കാര്യം പണ്ട് ഓഫ് ഗ്രിഡ്, ഓൺ ഗ്രിഡ്, ഹൈബ്രിഡ് ഈ 3 സോളാർ പാനൽസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പഴയ വീടുകളിലൊക്കെ ഓഫ് ഗ്രിഡാണ്. ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ KSB ആയിട്ട് നമ്മൾ ഇത് ചെയ്തുകൊണ്ടാണ്, ടൈപ്പാണ്. അപ്പോൾ പലരും ചോദിക്കുക നമ്മളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് KSBക്കാണ് കൊടുക്കുക, KSB നമുക്ക് തിരിച്ചു തരിക ചെയ്യുന്നത്. അത് ഇപ്പോൾ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാര്യം വൈദ്യുത പ്രതിസന്ധികൾ നമുക്കറിയാം. നമ്മുടെ വരൾച്ചയൊക്കെ വരുമ്പോഴത്തേക്കും പവർ കട്ട് പോലെ അതൊന്നും ഇല്ല. നമ്മൾ സാധാരണ ഇതിൽ എങ്ങനെയാണ് ഇതിന് ഒരു മാർഗ്ഗം കണ്ടെത്തുക? ഇൻവെർട്ടർ വെച്ചിട്ടാണ്. ഇൻവെർട്ടർ വയ്ക്കുമ്പോഴത്തേക്ക് എത്ര രൂപയാവുമെന്ന് ചിന്തിക്കുക. അപ്പോൾ അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് വരുന്ന എക്സ്പെൻസ് നമുക്ക് സീറോയിലോട്ട് കൊണ്ട് ഇൻവെർട്ടർ വയ്ക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ചാർജ് ഉണ്ട്, അല്ലെങ്കിൽ അതിലും നമുക്ക് വൈദ്യുതി ചാർജ് വരുന്നുണ്ട്. ആ ഒരു കോൺസെപ്റ്റാണ് സോളാറിലോട്ട് നമുക്കിത് കുറയ്ക്കാൻ പറ്റുന്നത്. ശരിക്കും ഒരു വീട്ടിലോട്ട് സോളാർ മാത്രമായിട്ട് വെച്ചാൽ പോലും ഞാൻ പറയുന്നു അതൊരു വലിയ ലാഭമായിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ 2000 രൂപ ചിലവാക്കുന്ന എനിക്കത് ലാഭമാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ലാഭമായിരിക്കില്ല.
ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ലാഭമായിരിക്കില്ല. പക്ഷേ EV എടുത്താൽ അത് ലാഭമാവും. എന്ന് പറഞ്ഞാൽ വീട് വെച്ചൊരു EV എടുക്കണം നല്ല കേട്ടോ. EVയിലോട്ട് വരും എല്ലാവരും ഒരു മാറ്റത്തിൻ്റെ പാതയിലാണല്ലോ. അപ്പോൾ EV എടുക്കുന്ന ഒരാൾക്ക് ഇത് ഭയങ്കര ബെനിഫിഷ്യലാണ്. ഞാൻ ഈ റീസൺ നിങ്ങളുടെ ചാനലിൽ ഞാൻ പറയാൻ തന്നെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ ആൾക്കാരെല്ലാവരും ചോദിക്കുന്നത് EV എടുത്തവരുണ്ട് അതിനകത്ത്. EV എടുത്ത ഒരാളും അതിനകത്ത് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. പുള്ളി ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ടാറ്റയുടെ ഏതിൻ്റെ ഒരു വണ്ടിയായിരുന്നു പുള്ളി എടുത്തത്. പുള്ളി എടുത്തതിന് ശേഷം പുള്ളി അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട്. എടുത്ത ശേഷം വന്നിട്ടുള്ള കറണ്ടിന് പുള്ളി പറയുന്നത് അതിന് എടുത്ത ശേഷം നമ്മൾ 345 രൂപയാവുന്നത്. മുനിസിപ്പാലിറ്റി താമസിക്കുന്ന ആളാണ്. പ്ലസ് ഇതിൻ്റെ ടാക്സ് ഒക്കെ ആഡ് ചെയ്ത് 345 രൂപയാണ്. പുള്ളിക്ക് വന്നുകൊണ്ടിരുന്നത് 5000 തൊട്ട് 6000 രൂപയായിരുന്നു പുള്ളിക്ക് വൈദ്യുതി. പുതിയ വീടാട്ടോ, പുതിയ വീട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് നമുക്ക് എന്താ സംഭവിക്കുന്നത്, ഈ മാറ്റം നമുക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് 345 രൂപ അടയ്ക്കാൻ പുള്ളി അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് ഇതുകൊണ്ട് ഓടുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ മുതലാക്കുന്നത്. അതെ അങ്ങനെ. ഇപ്പോൾ എനിക്കൊന്നും ഈ മൈലേജുകളൊക്കെ കൂടി വരുമ്പോഴത്തേക്ക് ഇത് കൂടി വരുമ്പോഴത്തേക്ക് ഇനി വീണ്ടും കൂടുതൽ മൈലേജ് ആയിരിക്കും. നമുക്ക് കേരളത്തിൻ്റെ ഒറ്റ അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നമുക്ക് ഒറ്റ സ്ട്രെച്ച് പോകാൻ പറ്റുമായിരിക്കും. അവിടെയൊക്കെയാണ് നമുക്കിത് ഗുണം കിട്ടുക. രണ്ടാമത്തൊരു കാര്യം, ഇപ്പോൾ വീടുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഞാനിത് വീണ്ടും പറയുന്നത്. ഒരു വീട് വയ്ക്കുമ്പോഴത്തേക്കും എല്ലാവരും EV ചാർജിങ് പോയിന്റ് ഇടുന്നുണ്ട്. അവർക്കൊന്നും EV ഇല്ല, ചിന്തിക്കുകയാണ്. EV ചാർജിങ് പോയിന്റ് അവർ കാർപോർച്ചിൽ ഇട്ടാ പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇന്നായിരിക്കത്തില്ല, ഒരു കൊല്ലം കഴിഞ്ഞ്. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 2 വർഷത്തിനകത്താണ് ഞാനിത് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ തന്നെ ഇത് ചിന്തിക്കുകയാണ് ഇതെങ്ങനെ. അപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത് ഇതെങ്ങനെ ഇത് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ആ ഫ്യൂവൽ എന്നുള്ള മാറി കോൺസെപ്റ്റ് ചെയ്തിട്ട് ബാറ്ററിയിലോട്ട് വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ എങ്ങനെ നമുക്കിത് സീറോയിൽ എത്തിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഫ്യൂവൽ മാറി ഇതിലേക്ക് വന്നപ്പോൾ നമുക്കൊരു കറണ്ട് ബില്ല് അടയ്ക്കാനുള്ളൊരു പോയിന്റ് ഉണ്ട്. അതാണ് കട്ട് ചെയ്യേണ്ടത്. അത് അവിടെയാണ് ഞാനിത് ചിന്തിക്കാൻ. അത് കട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ഇത് രണ്ടും കൂടെ മെർജ് ചെയ്യുമ്പോഴത്തേക്കുള്ള ലാഭം കിട്ടുക. എല്ലാവരും EVയിലേക്ക് മാറുന്നു എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാം വരുന്നുണ്ട്, നിങ്ങളും ഉണ്ടല്ലോ അതിൽ. നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാം ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടില്ല, പക്ഷേ നമ്മുടെ താഴെ ലിങ്ക് കൊടുക്കാം. അതിൽ കയറി രജിസ്റ്റർ ചെയ്യാം. അവർക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് അവർ ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ എന്നാണെന്നൊക്കെ ഉള്ളത് പറയാം. നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്യാം. താഴെ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ കയറി രജിസ്റ്റർ ചെയ്ത് അതിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡയറക്റ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. സോളാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡൗട്ടും സോളാറായിട്ട് ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ അതിങ്ങനെയാണ് ആ പ്രോഗ്രാം. രാവിലെ എന്ന് പറഞ്ഞാൽ നമുക്ക് സോളാറിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ്, ഇപ്പോൾ പുതിയ സാധനം വന്നിട്ടുണ്ട്. അതിൽ വന്നിരിക്കുന്നത് മൈക്രോ ബാറ്ററീസാണ്. നേരത്തെ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ബാറ്ററി അല്ല, ഡബിൾ ബാറ്ററി, വലിയ ബാറ്ററീസാണ് വരിക. അപ്പോൾ ഇപ്പോൾ ഓരോ പാനലിനും ഓരോ ബാറ്ററിയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പാനൽ എഫിഷ്യൻസി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇത് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈറ്റ് കൃത്യമായിട്ട് വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അയ്യോ അത് വെച്ചിട്ട് കളിപ്പീരാന്ന് പറയും. അതൊന്നുമല്ല, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് മാസത്തിലൊരിക്കൽ ഇതിൽ വൃത്തിയാക്കണം. ഇതൊക്കെ നമ്മുടെ പണി. ഇതൊന്നും അവർ ചെയ്തില്ല, ഇതൊന്നും നമ്മൾ ചെയ്യില്ല. എന്നിട്ട് നമ്മളിതിനെ കുറ്റം പറയും. പക്ഷേ അങ്ങനെയല്ല, ഇത് വെൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സാധനമാണ്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് കിട്ടും. പലരും ഇത് വെച്ചിട്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് അതിനകത്ത് എന്തേലും എറർ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ പലരും പറയുന്നൊരു സാധനമാണ്, ഒരുപാട് വെയിൽ ഭയങ്കര ചൂടുണ്ടായിട്ട് പോലും ഞങ്ങൾക്കിത് ഇത്രയും കിട്ടിയില്ല. ചൂടല്ല, ചൂട് ഇതിന് ഓപ്പോസിറ്റ്, ചൂട് ഇതിന് ഭയങ്കര എതിരാളിയാണ്. ലൈറ്റാണ്. ന്യൂട്രൽ ലൈറ്റ് വരുന്ന ഒരു ദിവസമാണ് ഏറ്റവും കൂടുതൽ ഔട്ട് കിട്ടുക. ന്യൂട്രലായിട്ട് ലൈറ്റുള്ള ദിവസം, നല്ല ഭയങ്കര ചൂടുള്ള ഒരു ദിവസമൊന്നും നമുക്ക് ഔട്ട് കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുക ഇന്ന് നിറച്ചുണ്ടെന്ന്, ഒന്നും ഉണ്ടാവില്ല. ചൂട് ഇതിന് ഓപ്പോസിറ്റാണ്. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് ലൈറ്റ് നല്ല രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട്. മഴ പെയ്താൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനൊക്കെ കിട്ടത്തില്ല. അതൊക്കെ സംശയിച്ചു. അത് ഞാൻ അതൊന്നും പറഞ്ഞ് പുറപ്പിക്കുന്നില്ല. കാര്യം അതൊക്കെ നിങ്ങൾക്ക് അവിടെ വന്ന് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള to Z കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്ലസ് EV ഞങ്ങൾ ഇത്തവണ ഈ വരുന്ന ടോപ്പിക്കിൽ EV ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം 1 മണിക്കൂർ ഞങ്ങൾ 1/2 മണിക്കൂർ കൊടുത്തിട്ടുള്ള സാധനത്തിന് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൻ്റെ സംശയങ്ങൾ ആൾക്കാർക്ക് തീരുന്നില്ല. അന്ന് മനസ്സിലായൊരു കാര്യമാണ് ഇതെങ്ങനെ അത് ഒറ്റ കാരണമാണ് ഇത്തവണ ഇത് മെർജ് ചെയ്യാനായിട്ടുള്ള റീസൺ. കാര്യം വീട് വെക്കുന്നവർ, എനിക്ക് തോന്നുന്നു വീട് വെക്കുന്നവരുടെ ആഗ്രഹവും വണ്ടി എടുക്കുന്നവരുടെ ആഗ്രഹവും വീട് വെക്കുക എന്നുള്ളത്, വണ്ടിയും വീടും തമ്മിൽ ഭയങ്കര റിലേറ്റബിളാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യേണ്ട ഒന്നാണ് സോളാർ. ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ സോളാറിൻ്റെ ഒരു കമ്പനി നടത്തുന്ന ഒരാളോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒന്നുമല്ല. ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കസ്റ്റമർക്ക് എപ്പോഴും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു റിസൾട്ട് എങ്ങനെ കിട്ടണം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ബെനിഫിഷ്യൽ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സെമിനാറിൻ്റെ ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏപ്രിൽ പകുതിയോടെ അല്ലേ? ഏപ്രിൽ പകുതിയോടെ. കാര്യം
നോമ്പ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സമയത്താണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം പീരീഡോടെ ആയിരിക്കും നമുക്ക് ആ ഒരു സെമിനാർ നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്ത് ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് വണ്ടി തന്നെ നമ്മുടെ കോട്ടയം അടിച്ചിലുള്ള ഹൊറൈസൺ മഹീന്ദ്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് വേണമെങ്കിൽ, ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസോ ഡീറ്റെയിൽസോ എന്തറിയണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അവരുടെ ഷോറൂം ഡയറക്റ്റ് പോയിട്ട് സന്ദർശിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഇട്ടേക്കാം, നിങ്ങൾക്ക് വിളിച്ചാൽ ഫുൾ ടൈം അവരുടെ ആ ഒരു സർവീസും സപ്പോർട്ടും കിട്ടുന്നതായിരിക്കും.